ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഒരു അതിഗംഭീരമായൊരു മൂവി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് 2022 ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ സിനിമ എന്ന് പറയല്ലേ, അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ട സിനിമയാണ്. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഡ്രാമയും കോമഡിയുമാണ്. നമ്മൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിയോ ബേബിയാണ്. ഒരു രക്ഷയില്ല സിനിമയിൽ. കാരണം എനിക്കിതിൻ്റെ എല്ലാം കൊണ്ടും ഇപ്പോൾ സിനിമ ഞാനൊരു കാഷ്വലായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഒരു സോൾ എന്ന് പറയാനുണ്ടല്ലോ, അതൊരു രക്ഷയില്ല സാധനം. കാരണം ജിയോ ബേബി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സിനിമ എടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഓൾറെഡി അദ്ദേഹം ഗേറ്റ് ഇൻ കിച്ചൺ ആയിക്കോട്ടെ, കാതലായിക്കോട്ടെ, അല്ലെങ്കിൽ മുൻകിൽ വേറെ സിനിമയൊക്കെ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കാഴ്ചപ്പാടോടുകൂടി വരുന്ന സാധനമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എല്ലായ്പ്പോഴും ഒരു ലൈഫും ഉണ്ടായിരിക്കും. ആ ഒരു ലൈഫ് എപ്പോഴും നമ്മളെ എന്താ പറയുക, നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇല്ലാതെ അദ്ദേഹം അമാനുഷികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒന്നും ചെയ്യില്ല. അദ്ദേഹം ആ ഒരു ഫ്രെയിമും വെച്ചുകൊണ്ട്, ആ ഒരു ക്യാമറ വെച്ചുകൊണ്ട് നിങ്ങൾ പ്ലേ ചെയ്യണം മക്കളെ പറഞ്ഞുകൊണ്ട് ഒരു കഥയും പറയും, ഒരു പ്ലോട്ടും പറഞ്ഞുകൊണ്ട് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലേ ചെയ്യും. അത് നമ്മുടെ നിത്യജീവിതത്തിൽ എന്താ നടക്കുന്നത് തന്നെയാണ് നമുക്കാണ്. അതേ തന്നെയാണ് ഈ സംഭവം കാണുന്നത്. ഒരു രക്ഷ ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുന്നത് എനിക്ക് കണ്ടതിൽ എനിക്ക് അമാനുഷികമായ സിനിമ തോന്നി. കാരണം അത് അത്രമാത്രം ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമയുണ്ട്. കാരണം നമ്മുടെ നിത്യജീവിതം നടക്കുന്നതിന് ഇതിൻ്റെ കഥാസാരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നായകനില്ലെങ്കിൽ പ്രതിനായകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രശാന്ത് മുരളിയാണ് ഈ സിനിമയിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തന്നെയാണ്. പിന്നെ നമ്മുടെ വേറെയും കുറേ ആക്ടേഴ്സ്, നമ്മുടെ സുമേഷ് മൂറുണ്ട്, നിങ്ങൾക്കറിയില്ല കളയിലെ ഒരു ഗ്രേറ്റ് വില്ലൻ അദ്ദേഹമുണ്ട്. പിന്നെ ജില്ലു ജോസഫ് ഉണ്ട്, പിന്നെ സഹീർ മുഹമ്മദ്, പിന്നെ അന്ന ഫാത്തിമ, അങ്ങനെ ഫാൻറ്റം പ്രവീൺ, അങ്ങനെ കുറച്ച് ആളുകൾ നല്ല നമ്മൾ അറിയപ്പെടുന്ന ആകെ പറയുന്നത് ഇതിൽ പ്രശാന്ത് മുരളി ആയിക്കോട്ടെ, ജില്ലു ജോസഫും പിന്നെ സുമേഷ് മുരളി, ജിയോ ബേബി, ഇവരൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ കുറച്ചുകൂടി മറ്റു സിനിമയിലൊക്കെ അഭിനയിക്കുകയും അതിൻ്റെ നമ്മൾ കുറച്ചുകൂടി പോപ്പുലറായിട്ടുള്ള ആളുകളും. ഇതിൽ പോപ്പുലർ അല്ലാത്തവരും ഇതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ സിനിമ ഒരു രക്ഷയില്ലാത്തതാണ്. കാരണം ഇതിൽ പ്രശാന്ത് മുരളി എന്ന് പറഞ്ഞൊരു അച്ഛൻ്റെ വേദന അത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മോളിൻ്റെ ബർത്ത്ഡേ, അതിന് ഭാര്യയും അദ്ദേഹം കൂടി ഒരു ഡിസ്കഷൻ നടക്കുന്നത് എന്ത് വെക്കാം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ഒരു ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് സർവീസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഭാര്യ പറയുന്നത് ഇത് നമുക്ക് ചോറും കുറച്ച് ബീഫും അങ്ങനെ എല്ലാം കൊടുത്തുകൂടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട, എൻ്റെ മോൾക്ക് ഒരു ബിരിയാണി വെച്ച് കൊടുക്കാനുള്ളൊരു ആഗ്രഹം എനിക്കിട്ട് പറഞ്ഞ് അവിടെ നിന്നാണ് പിന്നെ ആ ഒരു കഥയിലേക്ക് തൊക്കേരിയുന്നത്. പിന്നെ ബിരിയാണി വെക്കുന്നതിലാണ് പിന്നെ ആ ഒരു ഇതിലാണ് പിന്നെ പടം പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനിടയിൽ ചെറിയ മറ്റു സീൻസിലെല്ലാം കാണിക്കും. അതെല്ലാം ഭയങ്കര രസം തന്നെയാണ്. പക്ഷേ സിനിമ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അതിലേക്കൊരു അളിയൻ ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. എൻ്റെ മോനെ, അളിയൻ ക്യാരക്ടർ, പിന്നെ ഒരു മേഷിൻ്റെ ക്യാരക്ടർ, പിന്നെ ഒരു എന്താ പറയുക ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്. ഇവരൊക്കെ ഉണ്ടല്ലോ ഈ സിനിമയിൽ ശരിക്കും അഭിനയിക്കുകയല്ല ശരിക്കും ചെയ്തത്, ശരിക്കും ജീവിക്കുകയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത്ര മനോഹരമായിട്ട് ഇവർ ഇത് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഈ പ്രശാന്ത് മുരളിയിലൊക്കെ ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, മറ്റേ നമ്മുടെ പല ഇദ്ദേഹം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള പാർവതിയായിട്ടുള്ള സിനിമയുണ്ട്, ഉള്ളൊഴുക്കോ, അങ്ങനെയുള്ള സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒക്കെ വേറെ ലെവലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ഇതിൻ്റെ മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അതിൽ എന്താ പറയുക, അതിന് പറയാൻ പറ്റില്ല. ജിയോ ബേബിൻ്റെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ അമാനുഷികമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അച്ഛൻ ക്യാരക്ടറും ഒരു വെള്ളോടി ക്യാരക്ടറൊക്കെ സെറ്റ് ചെയ്ത സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ് ശരിക്കും. നല്ല ഒന്നാന്തരം സിനിമ. നിങ്ങൾക്ക് നല്ലൊരു സിനിമ ഫീൽ ഗുഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക. അത് എന്താ പറയുക, നമ്മൾ ഒരിക്കലും നിങ്ങളെ ഈ അടിയും വെടിയൊക്കെ ഉള്ള എന്താ പറയുക അത്ര സിനിമകളൊക്കെ കണ്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിനിമയെല്ലാം കാണുമ്പോൾ കിട്ടുന്നൊരു എനർജിയും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് മങ്കിയാണ് കണ്ട് കുറേ വയലൻസൊക്കെയാണ്. അപ്പോൾ അത് ആ സിനിമയുടെ ഒരു പശ്ചാത്തലമായിരിക്കും. പക്ഷേ അത് പറഞ്ഞ പോലെയല്ല ഇതിൻ്റെ പറയുമ്പോൾ വേറെ തരത്തിലൊരു പശ്ചാത്തലമാണ്. ഇതിൻ്റെ ഒരു വേറെ കഥാപാത്രം കഥാപശ്ചാത്തലം വേറെയാണ്. അതിൻ്റെ ആവിഷ്കാരം വേറെയാണ്. എല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലെല്ലാം ഒരു പരിപാടി നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അതുപോലെ കാണിക്കുന്നത്. പച്ചയായിട്ട് ഇതിലൊരു ക്യാമറ ഉണ്ട് ഇതുപോലെ എനിക്ക് സംശയം തോന്നി. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, അത്രമാത്രം ഒരു ആ ഷോട്ടൊക്കെ അങ്ങനെയാണ്, ഇതിൻ്റെ ഫ്രെയിംസ് അങ്ങനെയാണ്. കാരണം ക്യാമറ വെച്ചിട്ട് പ്ലേ എന്ന് പറയുന്ന രീതിയിലാണ് ഈ സിനിമയുടെ മൊത്തം കാഴ്ചപ്പാടും പോയിക്കുന്നത്. കാരണം ആ ഒരു വീഡിയോ നമ്മളിങ്ങനെ ശരിക്കും സിനിമ തന്നെയാണോ നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണോ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അത്രയും നല്ല മനോഹരമായിട്ട് സിനിമ ഒപ്പിയെടുത്തൊക്കെ പറയില്ലേ, ആ ക്യാമറ കണ്ണുകളോട് ഒപ്പിയെടുത്തൊക്കെ പറയുന്നൊരു വാക്കൊക്കെ ഇതിനെ വളരെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. ഇതിൽ മ്യൂസിക് പാട്ട് നല്ല രസമാണ്. ഇതിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വലിയ മ്യൂസിക്കൊന്നും അല്ല, പക്ഷെ എന്നാലും ഈ പടത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു മ്യൂസിക് തന്നെയാണുള്ളത്. പിന്നെ ഇതിൽ വളരെ ചെറിയ സമയത്ത് ഈ സിനിമയുള്ളൂ. ആ 1.5 മണിക്കൂറും ഇല്ല, 1 മണിക്കൂർ 38 മിനിറ്റും മാത്രമേ ഈ സിനിമയുടെ റണ്ണിങ് ടൈമുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് സിനിമ കഴിയും. എന്നാൽ അത് 1:40 മിനിറ്റ് എന്ന് പറയുന്നത്
നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. നല്ല ഒന്നൊന്നര സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു എൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര മികച്ച സിനിമയെ തോന്നി. കാരണം ഇപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇത് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്ര നല്ല മലയാള സിനിമകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നല്ലതാണ്. താരചാടിയൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് പ്രശാന്ത് മുരളി എന്നൊരു ആക്ടറിനെ ശരിയിങ്ങനെ എടുത്തിങ്ങനെ ഉടുക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു പരിപാടിയാണ്. നല്ല അടിപൊളിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ നല്ല നല്ല മനോഹര സിനിമകൾ ഇനിയും മലയാള സിനിമയിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ജിയോ ബേബിക്ക് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ തോന്നുന്നതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമ നല്ല സിനിമയാണ്. അപ്പോൾ നിങ്ങൾ പോയി കാണും, കണ്ടാസ്വദിക്കും. ഓക്കെ, ബൈ, സീ യു.